പോലീസിനോട് നന്ദി പറയുകയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. മകനും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് MDMA പിടിച്ചു. ഞെട്ടിക്കുന്ന സംഭവം അറിഞ്ഞിട്ടും രക്ഷിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പോലുമില്ല. തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതാണ് തന്റെ നിലപാട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. വേദനിക്കുമ്പോഴും പോലീസിനോട് നന്ദി പറയുന്നുണ്ട് SDP അധ്യക്ഷൻ. മകനെ ഇപ്പോഴെങ്കിലും പിടിച്ചത് നന്നായി, അവൻ എനിക്ക് തിരികെ കിട്ടിയല്ലോ, ആ അച്ഛനാണ് എന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ആദ്യം തന്നെ താങ്കളെ എങ്ങനെ അഭിനന്ദിക്കണം എന്നറിയില്ല. താങ്കളുടെ മകനെ ലഹരിക്കേസിൽ പിടിക്കുന്നു, സുഹൃത്തുക്കൾ ലഹരിക്കേസിൽ പിടിക്കുന്നു, അതിനെ അനുകൂലിക്കുകയല്ല, ന്യായീകരിക്കുകയല്ല, പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ഇപ്പോഴെങ്കിലും പോലീസ് പിടിച്ചത് പോലീസിന്റെ നടപടി ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കാനും ലഹരിക്കെതിരെ നേരത്തെ തുടങ്ങിയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മകന്റെ കേസ് കൂടി അതുകൂടി പറഞ്ഞു പോകാനും താങ്കൾക്ക് കഴിയുന്നുണ്ട്. എങ്ങനെ നേരിടാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തെ? എൻ്റെ മകൻ ലഹരിക്കേസിൽ പിടിച്ചപ്പോൾ അതുപോലെ ഒരുപാട് രക്ഷകർത്താക്കളുടെ മക്കൾ ഈ ലഹരിക്ക് അടിമയായിരിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു പ്രശസ്തിക്ക് വേണ്ടി ഇതെനിക്ക് മറച്ചു വയ്ക്കാം. പക്ഷേ എൻ്റെ നാട്ടിലുൾപ്പെടെയുള്ള നിരവധി രക്ഷകർത്താക്കളുടെ മക്കൾ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ മോൻ തന്നെ പറഞ്ഞാലൊരു ഭയാനകമായ ഒരു കാര്യം, ഈ ലഹരിക്ക് അതിനൊക്കെ ഒരു കൂട്ടായ്മ അവരുണ്ട്. അതിൻ്റെ മെയിൻ ആളുകൾ കോളേജ് ഹോസ്റ്റലുകൾ തോറും ഒരു DYSPയുടെ മകനുണ്ടോ, SP-യുടെ മകനുണ്ടോ, പോലീസ് നേതാക്കളുടെ വലിയ ആളുകളുണ്ടോ, അതുപോലെ രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലെ അവർക്ക് എന്താണ് ടേസ്റ്റ് എന്ന് നോക്കിക്കൊണ്ട് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമുക്കിപ്പം മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ വാണിദേവി കൂടി നമുക്കൊപ്പം ഉണ്ട്, അതിലേക്ക് എത്താം. അതിനു മുൻപ് താങ്കൾ പറഞ്ഞതിന് തുടർച്ചയായി താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ലഹരി സംഘം ബോധപൂർവം ചിലരെ ഈ കണ്ണിയിലേക്ക് കൊണ്ടുവരുന്നു എന്നാണോ? ഇപ്പോൾ താങ്കളെപ്പോലെ അവിടെ അറിയപ്പെടുന്ന ഒരാൾ താങ്കളുടെ മകനെ ഇതിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നേരത്തെ ഒരു MLA-യുടെ മകൻ ഇത്തരമൊരു കേസിൽപ്പെട്ട വാർത്തകൾ നമ്മൾ പൊതുസമൂഹമാകെ ചർച്ച ചെയ്തതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കളെ കൊണ്ടുവരിക, അങ്ങനെ ഈ കണ്ണി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കാൻ വേണ്ടി അത്തരമൊരു ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായാണോ താങ്കളുടെ മകൻ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടത്? അങ്ങനെയാണോ താങ്കൾ കരുതുന്നത്? മകൻ എന്താണ് പറഞ്ഞത്? മകൻ പറഞ്ഞത്, ഈ കോളേജുകളിലൊക്കെ അറിയപ്പെടുന്ന ആളുകളെ മക്കളുണ്ടോ എന്ന് തപ്പി ഒരുപക്ഷെ അപകടം പറ്റിയാൽ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ആളുകളെ കൂടി കണ്ണിയാക്കാനുള്ളൊരു പരിശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് മകൻ പറഞ്ഞു. അതിനുപരി ഈ നമ്മുടെ ഇവിടുത്തെ വ്യവസ്ഥിതി, പോലീസ് എല്ലാം ഉണ്ടെങ്കിലും 30 മിനിറ്റ് 20 മിനിറ്റാണ് ഒരു കാശ് അയച്ചു കൊടുത്താൽ, ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ ലഹരി കിട്ടേണ്ട സമയം. 5000 രൂപ അയച്ചാൽ അതിനുള്ള സാധനം 20 മിനിറ്റിനകത്ത് അവർ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ മൂട്ടിലോ ഏതെങ്കിലും ഒരു കടയുടെ പുറകിലോ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി വച്ചിട്ട് യൂബർ ഈറ്റ്സ് ഒക്കെ പോലെ അല്ലേ, സൊമാറ്റോ പോലെ, സ്വിഗ്ഗി പോലെ, അങ്ങനെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട്. 20 മിനിറ്റ് 30 മിനിറ്റ് അവർ കാണിക്കും. എവിടെ എത്തിയെന്ന് നമുക്ക് റൂട്ട് ചെയ്യാൻ കഴിയും GPS ഉപയോഗിച്ച് അവരെത്തുന്നത്. ഇപ്പോൾ എൻ്റെ ഭാര്യ രാവിലെ, അങ്ങേക്ക് അറിയാമല്ലോ, ഞാനും അങ്ങയുമായി, ഇപ്പോൾ പ്രേക്ഷകർക്ക് കഴിയുമോ എന്നറിയില്ല, ദീർഘകാലത്തെ ബന്ധമാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ, ദീർഘകാല ബന്ധം നമ്മൾ തമ്മിലുണ്ട്. മക്കളെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ അല്പം അസുഖമുള്ളത് കൊണ്ട് ഓൺലൈനിൽ ഭക്ഷണം വാങ്ങാമെന്ന് കരുതി ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു. എത്ര സമയത്തിനകം എത്തുമെന്ന് കണക്കാക്കി കാത്തിരിക്കുന്നു, വാങ്ങുന്നു. അതുപോലെയാണോ ഈ ലഹരിയും? അങ്ങനെയുള്ള സംവിധാനം അവർക്കുണ്ട്? ആ നെറ്റ്വർക്കിംഗ് ഉണ്ടോ? ആ നെറ്റ്വർക്കിംഗ് ഉണ്ട്. അത് ഈ 20 മിനിറ്റ് കൊണ്ട് 30 കിലോമീറ്ററിനടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവർ ഈ MDM കൊണ്ട് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ ഉടൻ ഈ വാട്സപ്പിൽ അയക്കും. വാട്സപ്പിൽ വന്ന ഉടൻ തന്നെ അതിൻ്റെ ലൊക്കേഷൻ അടുത്ത് അവർ ഈ ഫോണിലേക്ക്, ഈ ലൊക്കേഷൻ അനുസരിച്ച് ഈ ആൾ പോയി അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് വച്ചയാളെ കാണാൻ കഴിയില്ല. അത് 30 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ നിന്ന് പറവറായി ക്യാഷ് അയക്കുമ്പോൾ എത്രയോ ആളുകൾ ഈ ബൈക്കുമായിട്ട് നിൽക്കുന്നു. ഈ സ്വിഗ്ഗിയൊക്കെ ഉള്ളതുപോലെ ഫുഡ് കൊണ്ട് കൊടുക്കാൻ നിൽക്കുന്ന പോലെ. അത് ഈ പോലീസുകളുടെ മുന്നേ കൂടിയല്ലേ പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടത് പിടിക്കാൻ കഴിയുന്നില്ല? ഇന്ന് ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒരു 10 പേരെ എടുത്താൽ 8 പേരും കഴിക്കുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇത് ഒരു വലിയ പൗഷത്താണ്. എൻ്റെ മോൻ ഇപ്പോൾ ഇനി ഞാനത് ഉപയോഗിക്കില്ലെന്നാണ് എന്നോട് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞ ഉറപ്പ് പൂർണ്ണമാവണമെന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ തന്നെ മോൻ ഇപ്പോഴുണ്ട്. ഇന്നലെയും ഒക്കെ ഞാൻ അവനെ സജീവമായിട്ട് നോക്കുന്നുണ്ട്. അവനെയും നേരത്തെ ചോദിച്ചപ്പോൾ അങ്ങയുടെ കുടുംബത്തിലെ ആളുകളൊക്കെ ഇടപെട്ടു. അങ്ങയുടെ പെങ്ങൾക്കൊപ്പമാണത് അല്ലേ ഇപ്പോൾ മകൻ ഉള്ളത്? മകൻ വിവാഹിതനാണ്, 27 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ഈ സംഭവം ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായിട്ടുള്ള
ബന്ധം, അങ്ങനെ ഒരു ബന്ധമുണ്ടായി സമീപകാലത്താണ്, 6 മാസത്തിനിടയിലാണ് എന്ന് താങ്കൾ എന്നോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സമീപകാലത്താണ് അതിലേക്ക് എത്തിയത്. അത് ഒരുപക്ഷെ ബോധപൂർവമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയതായിരിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു തുറന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ മകൻ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ ആദ്യം തുറന്ന നിലപാടെടുക്കുന്നതിന് മുമ്പ് മകനുമായിട്ട് 2-2.5 മണിക്കൂർ സംസാരിച്ചു. അവനതിൽ കുറ്റബോധമുണ്ട്, തെറ്റാണ്. അവൻ്റെ ഒരുപാട് കൂട്ടുകാർ അവനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നും. പക്ഷേ ആ കൂട്ടുകാരൊക്കെ എനിക്കറിയാം. പക്ഷെ നല്ല വീട്ടിലെ നല്ല പിള്ളേരാണ്. പലപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് മകൻ്റെ കൂട്ടുകാരല്ലേ എന്ന് പറഞ്ഞ് ഞാനും ഒരു സലാം ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര മാരകമായ കാര്യങ്ങൾക്കാണ് അവർ കൂടുന്നതെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അവരെ ഞാൻ ചോദിച്ചു, അവരെ നിനക്ക് രക്ഷപ്പെടുത്തണമോ അതോ നിനക്ക് ലഹരി ഉപയോഗിക്കാൻ മാത്രമാണ് അവർ വേണം, അപ്പോൾ അവരും രക്ഷപ്പെടണം എനിക്കും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് പൊതുസമൂഹം അറിയട്ടെ. എന്നെ തന്നെ എന്നൊരു 10-50 പേര് വിളിച്ചിരിക്കും. എനിക്കൊരു മോനേ ഉള്ളൂ, എല്ലാം നഷ്ടപ്പെട്ടു, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്, പക്ഷേ ലഹരിയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ അത് പറയാൻ തരില്ല. ഞാനത് തുറന്നു പറയുന്നത്, ഒരുപാട് ആളുകൾ ഇന്ന് എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും മറച്ചു വെക്കുന്നു. എല്ലാവരും എന്നെ മോൻ അവാർഡ് കിട്ടിയാൽ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന ആളുകളും, മോന് മോശം DML ഇത് വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞാൽ മോശം എന്ന് പറയണത്. മോൻ തന്നെ ചെയ്തത് തെറ്റ് തന്നെ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കും. അവൻ്റെ കൂട്ടുകാരെയും തിരുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പക്ഷെ അതിനുപരി ഇവർക്കിത് കൊടുത്ത ആളുകളെ അറിയാം. അതൊരു നല്ല പോലീസ് ഓഫീസർ രംഗത്ത് വരട്ടെ. ഈ നമ്പരും ഇതുമൊക്കെ പോലീസിന് കൊണ്ട് കൊടുക്കുമ്പം ആ ലഹരി നേതാവിനെ വിളിച്ച് പറയണ പോലീസായിരിക്കരുത്. തൻ്റെ ഇടമുള്ള നട്ടലുള്ള 2 പോലീസുകാർ തയ്യാറായാൽ ഈ ജില്ലക്കകത്തുള്ള പല ആളുകളും ഇതിൻ്റെ ഉത്ഭവസ്ഥാനവും ഇതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതായത് താങ്കൾ ഇതിനകം തന്നെ മകനുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും അക്കാര്യത്തിൽ താങ്കളുടെ ഈ സംഘടനാപരമായി താങ്കൾക്ക് വലിയ ബന്ധമുണ്ടല്ലോ, വിപുലമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തെക്കൻ മേഖലയിൽ താങ്കൾക്ക് വിപുലമായ ബന്ധമുള്ള ആളാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, സാമുദായിക പ്രവർത്തകൻ എന്ന നിലയിൽ, ആ പ്രദേശത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയിൽ, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലൊക്കെ താങ്കൾക്ക് വിപുലമായ ദീർഘകാലത്തെ ബന്ധം എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധമെല്ലാം ഉപയോഗിച്ച് ആളുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിവരങ്ങൾ പോലീസിന് കൈമാറാൻ എന്താണ് തടസ്സം? ഇപ്പോൾ താങ്കളുടെ മകൻ ഉൾപ്പെടെ 3 പേരെ വാഹനത്തിൽ പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ, താങ്കൾ അതിൽ ശുപാർശയൊന്നും ചെയ്തില്ല, നല്ല കാര്യം. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ അവർ ഇറങ്ങുകയും ചെയ്തു. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ പരിമിതിയുണ്ട്, ഇത്ര അളവ് എന്ന നിലയിലൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ ലഹരിയുടെ കണ്ണിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ അത് സ്വീകരിക്കാൻ പോലീസ് തയ്യാറാണോ? അങ്ങനെ ലഹരി എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ സ്രോതസ്സിലേക്ക് എത്താൻ അന്വേഷണം മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് താങ്കൾ സംസാരിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടോ? അല്ല, അതിന് പറ്റിയ ഞാൻ പറഞ്ഞില്ല, ഉദ്യോഗസ്ഥൻ പോരാ. ഇത് വലിയ കണ്ണിയാണ്. നമ്മളിരിക്കുന്ന ഒരു ഫോൺ നമ്പർ ഇതും കൊടുത്താൽ അത് വച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ മാറുന്ന സ്ഥിതിയിലാവരുത്. പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടീം പോലീസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തയ്യാറായാൽ അവരുടെ വീടുകളും ഒരേ നിമിഷം റൂറൽ SP-യുടെ കീഴിലുള്ള സ്ഥലങ്ങൾ ആണ് കൂടുതൽ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ആ ഭാഗങ്ങളിൽ ഒരേ സമയം റെയ്ഡ് ചെയ്ത് ഇവരെ പിടിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ സംവിധാനങ്ങൾ നമുക്ക് പൊളിക്കാൻ കഴിയും. അതിന് നല്ല പോലീസ്, ഞാൻ പോലീസുകാരുമായിട്ട് എനിക്കൊരു പിണക്കവുമില്ല. ഞാനിന്ന് ഈ പൂവാർ പിടിച്ച എൻ്റെ മകനെ പിടിച്ച മേഖലയിലെ DYSP അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് നല്ല പ്രശംസ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അത് ചെറിയ കാര്യമല്ല. ഞാനും അത് കണ്ടിരുന്നു, ഒരു വാർത്തയായി വായിച്ചിരുന്നു മാതൃഭൂമിയുടെ ഓൺലൈനിൽ. താങ്കൾ പൂവാർ പോലീസിനോട് നന്ദി പറയും. പോലീസിന് നന്ദി, അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പോലീസിന് നന്ദി, മകനെ ഇപ്പോഴെങ്കിലും പിടിച്ചല്ലോ, അതുകൊണ്ട് എൻ്റെ മകനെങ്കിലും രക്ഷപ്പെട്ടു എന്ന ആർജവത്തോടു കൂടി താങ്കൾ പറയുന്നുണ്ടായിരുന്നു. പോലീസിന് നന്ദി പറയും എന്ന മാതൃഭൂമി.com വാർത്ത വായിച്ചതിന് ശേഷമാണ് ഞാൻ താങ്കളെ വിളിച്ചപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ സിംഗല പൊളിക്കണം. ഞാൻ പറഞ്ഞ ഈ ഇപ്പോൾ ഹൈസ്കൂളുകളിലൊക്കെ ഇത് അകത്ത് എത്തിയിട്ടുണ്ട് ഈ സാധനം. പണ്ട് കാലത്തുള്ളത് പോലെ അല്ലല്ലോ, അത് അറിയാൻ കഴിയില്ല. എൻ്റെ മോനെ പോലും എന്നും കാണുന്ന മോനെ എനിക്ക് മനസ്സിലാക്കാനോ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അവർ കഴിക്കുന്ന സാധനം പണ്ടാണ് ഈ ചാരായം എന്ന് പറയുന്ന സാധനം കുടിച്ചു കഴിഞ്ഞാൽ ദൂരെ കൂടി പോയി അവർ ഗ്യാസ് അടിക്കും. അപ്പോൾ ഞങ്ങൾ പിടിക്കും. പണ്ട് എൻ്റെ ജോലി ചെയ്താണ്, ഇങ്ങനെ പിടിച്ചോണ്ട് വരെ പിടിക്കും, ഒരു അടിയൊക്കെ കൊടുത്ത് പറഞ്ഞൊക്കെ ശരിയാക്കും. ഇപ്പോൾ ഒന്നും ഒരു വ്യത്യാസമില്ല, അത് മനസ്സിലാക്കാൻ കഴിയണില്ല. അവർ പഴയതുപോലെ തന്നെ അങ്ങനെ അടിമയായിപ്പോയിരിക്കുന്നു. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം, എക്സൈസ് ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിനു വേണ്ടി ഒരു സ്ക്വാഡ് തന്നെ വേണം. ഉണ്ട് സ്ക്വാഡുകൾ, അതൊക്കെ നാമമാത്രം, അതല്ല. അറസ്റ്റ് ചെയ്യണം. ഞാൻ തന്നെ എൻ്റെ മകനെ തന്നെ പിടിച്ചു. ഒരു സന്ദേശമാണ്, 4 പേരെ പിടിച്ച് 10-15 മിനിറ്റ് ആയപ്പോൾ അവൻ ഇറങ്ങാൻ കഴിയുന്നു. ബാക്കി ലഹരി ഉപയോഗിക്കുന്ന പിള്ളേർക്കൊക്കെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്താണ്? പിടിച്ചാൽ ഇതുപോലെ 15 മിനിറ്റിൽ ഇറങ്ങി പോവാം. ഇതൊരു വലിയ കുറ്റമൊന്നും അല്ല. ലഹരിയിൽ പിടിക്കുന്നയാൾ 15 ദിവസം റിമാൻഡിൽ കിടക്കുന്ന വകുപ്പ് തന്നെ ഉണ്ടാവണം. ഇപ്പോഴൊരു പൊതു സന്ദേശം വന്നിരിക്കുന്നത്, എൻ്റെ മോനും ഈ പിടിച്ചവരെ ഉടൻ വിട്ടു എന്ന് ചാനലിലൂടെയൊക്കെ അറിഞ്ഞപ്പോൾ
ഇനി ഇങ്ങനെയുള്ളത് പിടിച്ചാൽ, എൻ്റെ അവനെ പിടിച്ചാൽ, ഇങ്ങനെ ചെയ്യുന്നവരെ പിടിച്ചാൽ ഉടനെ ഇറങ്ങാമെന്നൊരു തോന്നൽ, അതൊക്കെ മാറണം. അത് കുറ്റത്തിന് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുന്ന വകുപ്പുകളും അത് അവർ കസ്റ്റഡിയിലും ഒക്കെ വാങ്ങി മറ്റുള്ളവർ ഭയപ്പെടണം. ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെല്ലാം സന്തോഷവാനാണ്. കാരണം അഥവാ പിടിച്ചിരുന്നാലും നമുക്ക് രക്ഷപ്പെട്ടു പോകാമല്ലോ, ഉടൻ തന്നെ വിടുമല്ലോ. അതൊക്കെ ദോഷമാണ്. ഈ ലഹരിക്കെങ്കിലും അങ്ങനെയുള്ളൊരു കാര്യം അത്തരം സെക്ഷനൊക്കെ ഇട്ട് പിടിക്കുന്നവരെ ഇറങ്ങാനേ കഴിയരുത്. മറ്റുള്ളവർ ഭയന്ന് അതിൽ നിന്ന് പിന്മാറണം. ഇതിപ്പോൾ ആളുകൾക്ക് സന്തോഷത്തിലാണ്, പിടിച്ചാലും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇറങ്ങിപ്പോകാമെന്നുള്ളൊരു തോന്നൽ. ഇതൊക്കെ മാറണം. ഈ നിയമത്തിലെ മാറ്റം വേണം, അതിനൊപ്പം തന്നെ പോലീസുകാരുടെ സമീപനത്തിലെ മാറ്റം വേണം, ഈ അന്വേഷണത്തിലെ മാറ്റം വേണം. അതൊക്കെ താങ്കൾ പറഞ്ഞു. അതിനൊപ്പം താങ്കൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ രക്ഷകർത്താക്കളുടെ മനോഭാവത്തിലും മാറ്റം വേണ്ടേ? ഇപ്പോൾ സമീപകാലത്ത് മറ്റൊരു നേതാവിൻ്റെ മകൻ, അദ്ദേഹം അത് ഉപയോഗിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തമുണ്ടാണ്, അത് മറ്റൊരു കാര്യം. പക്ഷേ സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ അത്തരമൊരു സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് ആ മകനെ ആ നേതാവ് ന്യായീകരിക്കുന്ന കണ്ടു. നമ്മൾ വ്യക്തിപരമായി പോകേണ്ടതില്ല. അതിപ്പോൾ പല സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കാം ശരി, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ രക്ഷകർത്താക്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മുന്നിട്ടിറങ്ങേണ്ടത് രക്ഷകർത്താക്കൾ തന്നെയാണ്. എന്താണ് ഈ നിയമത്തിലെ മാറ്റം, പോലീസിങ്ങിലെ മാറ്റം, അതിനൊപ്പം രക്ഷകർത്താക്കളുടെ മാറ്റം, വീട്ടിലെ മാറ്റം എങ്ങനെയാണ് വേണ്ടത്? അല്ല, രക്ഷകർത്താക്കൾ സ്വന്തം മകൻ, എൻ്റെ മകൻ്റെ കാര്യങ്ങൾ പുറത്തറിയാൻ പാടില്ല എന്നുള്ള ഒരു സങ്കുചിത മനോഭാവം മാറ്റണം. എൻ്റെ മോൻ തെറ്റ് ചെയ്തിരുന്നാലും അത് തെറ്റാണെന്ന് സമൂഹത്തോട് ഉറക്കെ വിളിച്ച് പറയാൻ തയ്യാറായാൽ കുട്ടികൾ തെറ്റ് ചെയ്യാൻ മടിക്കുക. എനിക്ക് 2 മക്കളാണ്, ഇനി ഇളയ ഒരാൾ കൂടിയുണ്ട്. അവനും ഇത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അച്ഛൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ അവർ ശ്രദ്ധിക്കും, അതുപോലെ എൻ്റെ ബന്ധുക്കൾ ശ്രദ്ധിക്കും. അത് തെറ്റ് കാണിച്ചാൽ കൂട്ടത്തുണ്ടാവില്ലെന്നുള്ള തോന്നൽ സൃഷ്ടിക്കും. പക്ഷേ പല മക്കളും എന്ത് തെറ്റ് ചെയ്യണ എല്ലാ അമ്മമാർക്കും അറിയാം, അച്ഛനായിരുന്നാലും അവർക്കറിയാം. പക്ഷേ എൻ്റെ മോൻ ഇങ്ങനെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞിട്ട്, ഈ കള്ളിക്കാട് നമ്മുടെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചയക്കാം, ഇപ്പോൾ 1 മാസമേ ആയുള്ളൂ. ഇപ്പോൾ അന്വേഷിച്ചപ്പോഴും നാട്ടുകാരൊക്കെ പറഞ്ഞു അവിടെയുള്ള ഒരു പയ്യൻ നല്ല പയ്യനാണ്, അവൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട്, നല്ല പയ്യൻ. കെട്ടിച്ചയച്ചു, 1 മാസമേ ആയുള്ളൂ. കള്ളിക്കാടാണ്, ഞാൻ പേര് പറയുന്നില്ല. കെട്ടിച്ചയച്ചു 1 മാസം കൊണ്ട് തന്നെ തിരിച്ചു വന്നു. ഇവൻ ഈ വീട്ടിനകത്ത് ഇരുന്നത് അമ്മയും നാട്ടുകാരും ഒക്കെ പറഞ്ഞ അവൻ നല്ലവനായതുകൊണ്ടാണ്. പക്ഷേ ഇവൻ അതിനകത്തിരുന്ന് സിറിഞ്ച് കൊണ്ട് കയ്യിൽ മരുന്ന് കുത്തുവയ്ക്കുകയായിരുന്നു. അത് നോക്കിപ്പോയവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വീട്ടിനകത്തിരിക്കുന്നവൻ നല്ലവനെന്ന് പറഞ്ഞ് പ്രശംസിക്കുകയാണ്. പക്ഷേ ആ കുട്ടി ഇന്ന് വീട്ടിലാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ബന്ധങ്ങൾ തീർക്കാനുള്ള നടപടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 1 മാസമേ ആയുള്ളൂ. ഇതുപോലെ 7-8 കേസ് എനിക്കിപ്പോൾ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് രക്ഷകർത്താക്കൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, എൻ്റെ മോനത് സംഭവിച്ചു, അതുപോലെയുള്ള ആളുകൾ മുമ്പ് എന്നെ ഇതുപോലെ സംഭവിച്ചവർ 4-5 പേരിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്ന് ഒരാൾ വിളിച്ചു, ഇങ്ങനെയാണ് എൻ്റെ മോൻ, ഇത് എനിക്ക് പറയാനുള്ള തൻ്റെ ഇടമില്ല, എൻ്റെ ബന്ധുക്കൾ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു തുടക്കമാവട്ടെ, വിളിച്ചു പറയട്ടെ, എൻ്റെ മോൻ തെറ്റ് ചെയ്തു, എൻ്റെ മോനെ നിമിത്തം ഒരുപാട് പേര് ലഹരിക്ക് അടിമയായി, എൻ്റെ മോൻ തിരുത്തുന്നു, പലരും മുമ്പോട്ട് വരട്ടെ, ഈ ലഹരിയെ പ്രതിരോധിക്കാൻ വരട്ടെ. ഉപയോഗിച്ച ആളുകൾ ഇതിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളോട് വിളിച്ചു പറയട്ടെ, ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു, ഇനി ഞങ്ങളത് തിരുത്തുന്നു, അത് കണ്ടു തിരുത്താൻ ആളുകൾ വരട്ടെ. അതുകൊണ്ട് എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു ഞാൻ തിരുത്തുമെന്ന്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. തിരുത്തുമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടി അച്ഛനോട് തന്ന വാക്കാണ്, അത് പാലിക്കും എത്രയെന്നുള്ള ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ മോനെ വിശ്വസിക്കുന്നു. അതുപോലെ ഇല്ല, നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമല്ലോ അങ്ങനെ പൊതുസമൂഹത്തോട് പറയാൻ. ഇപ്പോൾ അദ്ദേഹം തന്നെ, മകൻ തന്നെ അത് പൊതുസമൂഹത്തോട് ഇപ്പോൾ ഒരു എത്തിച്ചേരാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, താങ്കളുടെ ബന്ധുവിൻ്റെ വീട്ടിലായതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണല്ലോ അദ്ദേഹവും വരാത്തത്. അല്ലെങ്കിൽ മകൻ കൂടി വന്ന് പിതാവിനൊപ്പം ഇരുന്ന് ഈ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമായിരുന്നു എന്നാണ് ഞാൻ താങ്കളടക്കമുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. മാത്രമല്ല അദ്ദേഹം നേരത്തെയും ഇതേക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തു. ഈ കേസിൽ പെട്ട് അറസ്റ്റായതിനു ശേഷം, പുറത്തിറങ്ങിയ ശേഷം വളരെ ഓപ്പണായി ഒരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്തു. അപ്പോൾ തിരുത്തി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അക്കാര്യത്തിലൊന്നും ഒരു സംശയിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തോന്നില്ല. ശ്രീ ഡോക്ടർ വാണിദേവി കൂടി നമുക്ക് പോകേണ്ട. വാണിദേവി, ഒരച്ഛൻ പറയുകയാണ്, പോലീസിന് നന്ദി, എൻ്റെ മകനെ ഇപ്പോഴെങ്കിലും പിടിച്ചത് നന്നായി, അല്ലെങ്കിൽ അവനെ ഞങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു, അവൻ ലഹരിക്ക് അടിമയാകുമായിരുന്നു. നമുക്കറിയാമല്ലോ സമീപകാലത്തെ ചില സംഭവങ്ങൾ. ഒരു നേതാവിൻ്റെ മകനെ പിടിച്ചപ്പോൾ, മകനടക്കമുള്ള കൂട്ടുകാരെ പിടിച്ചപ്പോൾ, ആ കേസിൻ്റെ മെറിറ്റ് എന്തോ ആകട്ടെ, പക്ഷേ സ്വീകരിച്ച നിലപാട് അങ്ങനെയല്ല, തെറ്റായ കേസുകൾ ചമയ്ക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമൊക്കെയാണ് നിയമസഭയിൽ ഉൾപ്പെടെ അവർ ഉന്നയിച്ചത്. ഈ നിലപാടാണോ ശരി? രക്ഷകർത്താക്കൾ ഏത് തരത്തിൽ വേണം ഇത്തരം വിഷയങ്ങളെ സമീപിക്കാൻ? കുട്ടികൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് മിസ്റ്റേക്സ് എല്ലാവരുടെ ഭാഗത്തുനിന്നും പറ്റും. അത് കുട്ടികളെന്നല്ല, മുതിർന്നവരായാലും ആരുടെ ഭാഗത്തുനിന്നാണെങ്കിലും മിസ്റ്റേക്സ് പറ്റാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഏത് കാര്യത്തിലും
എന്റെ കുട്ടിയും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നെങ്കിലും ഒരു പാരന്റിന് ചിന്തിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ആ പാരന്റ് എപ്പോഴും നല്ലൊരു പാരന്റ് തന്നെയായിരിക്കും. തെറ്റുകൾ പറ്റാം, ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമാണ് എന്റെ കുട്ടിക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതും അത് തെറ്റ് പറ്റി എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. മകന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് ഏറ്റു പറയാൻ മകൻ റെഡിയായി, തിരുത്താനുള്ള സ്റ്റെപ്സ് എടുക്കാൻ അദ്ദേഹം റെഡിയാണ് എന്ന് പറയുന്നു. അതിനോടൊപ്പം അത് സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നു. എന്റെ മകൻ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതിനോടൊപ്പം മറ്റ് വ്യക്തികളും അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഇതിലേക്ക് നയിച്ച ബാക്കി ഫാക്ടേഴ്സിന് എതിരെ നടപടി എടുക്കണം എന്നുള്ള നിലയിൽ അദ്ദേഹം ധൈര്യപൂർവ്വം പറയുമ്പോൾ അവിടെ അത് നമ്മളും ആക്സെപ്റ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മിസ്റ്റേക്സ് പറ്റാനുള്ള സാധ്യതകളുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഒരു തിരുത്തലിനെങ്കിലും ഉള്ള പോസിബിലിറ്റി ഉള്ളൂ. അതായത് ഒരു തെറ്റ് എന്നത് ജീവിതത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. പൊതുസമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഇമേജ് എന്താണ് എന്നത് ഭയന്നിരിക്കലല്ല, അതിനെ തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് അങ്ങയുടെ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ രക്ഷകർത്താക്കളെ സംബന്ധിച്ച്, സ്കൂളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പൊക്കെ പറയുന്നത്, ഇപ്പോൾ ഓരോ പ്രായത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഒരു 5 വയസ്സ് താഴെ വരെയുള്ള ആളുകളും അവരുടെ സുഹൃത്തുക്കളുമായൊക്കെ മാത്രമേ ബന്ധമുള്ളൂ എന്ന തരത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ മൊത്തം ഇപ്പോൾ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ. അതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിലുള്ള സ്കൂൾ കോളേജ് തലത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ, കൗമാരക്കാരുടെ കാര്യത്തിൽ എന്താണ് അവർക്കിടയിൽ സംഭവിക്കുന്നത്, അവർ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ്, അവർ ഇടപെടുന്നത് എന്തൊക്കെ കാര്യത്തിലാണ്, ലഹരിയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം അവരിൽ ഉണ്ടാകുന്നുണ്ട്, അത്തരം കണ്ണികൾ അവരെ എങ്ങനെ സമീപിക്കുന്നു, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എങ്ങനെ രക്ഷിതാക്കൾക്കും പോലീസിനുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും, എങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റത്തിൽ തന്നെ അത്തരം മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് മുന്നിലേക്ക് അത്തരം ഈ കൗമാരക്കാരിൽ പെട്ട ആളുകൾ, യുവാക്കളായ ആളുകൾ, അത്തരം ആളുകൾ താങ്കളിലേക്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഇക്കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി? ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയ ശേഷമാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനൊരു അടിമപ്പെട്ടതിന് ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട പല ബിഹേവിയറൽ ഇഷ്യൂസും അല്ലെങ്കിൽ അവരുടെ ചിന്താപരമായ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അല്ലെങ്കിൽ അക്കാഡമിക്കലി പിന്നോട്ട് പോവുക, അതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിക്ക് സ്ഥിരമായി പോവാതിരിക്കുക, ജോലി ചെയ്യണം എന്നുള്ള താല്പര്യം ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ലഹരിക്ക് അടിമ ആയതിനു ശേഷമാണ്. അതിനു മുന്നേ തന്നെ പല കുട്ടികളിലും അല്ലെങ്കിൽ പല വ്യക്തികളിലും ചില ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷെ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്ന എല്ലാവരും ലഹരിക്ക് അടിമപ്പെടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അടിമപ്പെടൽ ഉണ്ടാവില്ല. ഞാൻ ലഹരി വസ്തു ഉപയോഗിച്ചാൽ അവിടെ അടിമപ്പെടുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് എന്റെ വൾണറബിലിറ്റിയാണ്. ഈ വൾണറബിലിറ്റി നമുക്ക് പ്രെഡിക്റ്റബിളേ അല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പലരും എന്തുകൊണ്ട് ലഹരിയിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും നമുക്ക് കൃത്യമായി, എല്ലാവരും അഡിക്റ്റഡ് ആവുന്നില്ലല്ലോ. ചിലര് ഉപയോഗിക്കുന്നു, അത് അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്നു, പിന്നെ ചിലർ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മളുടെ ജനറ്റിക് വൾണറബിലിറ്റിയെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ വരുന്ന കുട്ടികള് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് വെറുതെ സാധാരണ എന്റെ ക്ലിനിക്കിലൊക്കെ വരുന്നവര് ഒരു യൂസേജ് എന്നുള്ള നിലയിലൊക്കെ യൂസ് ചെയ്തു അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്ന കുട്ടികളെയാണ് പലപ്പോഴും കാണുന്നത്. ഒരു സിവിയർ അഡിക്ഷൻ ഒക്കെ ഉള്ള കുട്ടികൾ അങ്ങനെ എന്റെ പ്രൈവറ്റ് പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടില്ല, അല്ലാതെ കണ്ടിട്ടുണ്ട്. അല്ലാതെ പല പ്രോജക്റ്റുകൾക്കും ഒക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രൈവറ്റ് പ്രാക്ടീസിൽ കണ്ടിട്ടില്ല. അഡൽസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു സൈക്കോളജിസ്റ്റിനെ മാത്രം പെർവ്യൂവിൽ നിന്ന് ചികിത്സ തേടേണ്ടുന്ന ഒരു വിഭാഗം അല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അത് ഡി അഡിക്ഷൻ സെന്റേഴ്സിലേക്ക് റെഫർ ചെയ്യലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇപ്പോൾ ഡോക്ടർ വാണിദേവി ചൂണ്ടിക്കാണിച്ചത് അവർക്ക് മുന്നോട്ട് വന്ന കേസുകളെ കുറിച്ചൊക്കെയാണ്. താങ്കൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചു? ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കിയ ഒന്നാണ് താങ്കളുടെ മകൻ ഇങ്ങനെ ഒരു കേസിൽ പെടുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം താങ്കൾ നേരത്തെ ഒരു വരിയിൽ സൂചിപ്പിച്ചിരുന്നു. താങ്കൾ ചെറുപ്പകാലത്തെ ഈ ധനുവച്ചരം കോളേജിൻ്റെ പരിസരത്തൊക്കെ ഉള്ള താങ്കളുടെ പ്രദേശത്തെ സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ വിരട്ടാനും ഓടിക്കാനുമൊക്കെ താങ്കൾ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ. താങ്കൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ചെരുപ്പിടുന്നില്ല എന്ന്. ചെരുപ്പിടുന്നുണ്ടോ? അങ്ങനെ വളരെ സിമ്പിളായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ താങ്കളെ കണ്ടിട്ടുള്ളത്. താങ്കൾക്ക് സാമ്പത്തികമായി നല്ല നിലയിലേക്ക് താങ്കളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും താങ്കൾ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്കിടയിലേക്ക് ഇത്തരം ലഹരിയുടെ ഉപയോഗം കൂടി വരുന്നു, മകനടക്കം ഇതിൽ ഉൾപ്പെടുന്നു. അതുണ്ടാക്കിയ ഞെട്ടൽ എത്രത്തോളം വലുതാണ്? ഇനി എന്ത് ചെയ്യാൻ കഴിയും?
അല്ല, ഞാൻ ഇപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകളും ഇതുപോലെ ദുഃഖിതരായ ആളുകൾ പ്രതികരിക്കാൻ താല്പര്യമുണ്ട്. എല്ലാവരുടെ മനസ്സിലും പ്രതികരിച്ചാൽ ഇതൊരു വലിയ റാക്കറ്റായതുകൊണ്ട് എന്തെങ്കിലും കുടുക്കുമോ എന്നുള്ള പേടിയുമുണ്ട്. ഇന്ന് തന്നെ മലപ്പുറത്തുനിന്ന് 2-3 ആളുകൾ എന്നെ വിളിച്ചു. സാറേ, വ്യക്തമായ വിവരങ്ങൾ ഞങ്ങളിലുണ്ട്, പക്ഷേ ഞങ്ങളത് പുറത്ത് പറഞ്ഞ് ഇവരെ പിടിച്ചാൽ അവർ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കുമെന്നാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലഹരിക്കൊരു പ്രതിരോധ സമിതി ഉണ്ടാക്കാനാണ് തീരുമാനം. എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന 5-ാം തീയതി അത് ഒരു വാട്സപ്പ് നമ്പർ ഇതൊക്കെ കൊടുത്ത് തൻ്റെ ഇടമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും അത്തരം ഒരു വിവരം കിട്ടിയാൽ എൻ്റെ വാട്സപ്പിൽ അയക്കട്ടെ. അത് പോലീസിന് കൈമാറി നടപടിയെടുക്കാനുള്ള തീരുമാനങ്ങൾക്കൊക്കെ ഞാൻ പുറകെ നിൽക്കും. എനിക്ക് പൊതുവെ ഭയമൊന്നുമില്ല. ആ ലഹരി ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ലഹരി കൊടുത്ത് നടക്കുന്ന ആളുകളുമായിട്ട് പൊരുതാൻ എനിക്ക് ഇനിയും ഉണ്ടൊരു ബാല്യം എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊരു പ്രതിരോധ സമിതിക്ക് ഈ 5-ാം തീയതിയോടുകൂടി ഞാൻ രൂപം കൊടുക്കും. അതനുസരിച്ച് കേരളത്തിലെ ലഹരി പൂർണ്ണമായിട്ട് നശിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി കോർട്ട് പോലീസ് ഓഫീസറായാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥരായിരുന്നാലും സമാനമായി ചിന്തിക്കുന്ന ആളുകളെല്ലാം ചേർത്തിണക്കി സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നിടത്തൊക്കെ ഓരോ സ്പൈ വർക്കറെയെങ്കിലും കണ്ടെത്തി അവർ തുടക്കത്തിലേ അവരെ പിടിച്ച് നേരെയാക്കാനുള്ള പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ട് ചാനൽ പറയണം. ഒരു 5-ാം തീയതിയോടുകൂടി അതിൻ്റെ വൈകുന്നേരത്ത് ഞാൻ അതിൻ്റെ പൂർണ്ണരൂപം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കും. നന്ദി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഒപ്പം അഭിനന്ദനം ഒരിക്കൽ കൂടി താങ്കളുടെ ഇടപെടലിന്, തുറന്നു പറച്ചിലിനൊപ്പം ഡോക്ടർ വാണിദേവി. അല്പനേരമാണെങ്കിലും ഈ പശ്ചാത്തലം എന്താണ് സംഭവിക്കുന്നത്, താങ്കളുടെ മുന്നിൽ വന്ന കേസുകൾ എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു.